ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വെറൈറ്റി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. നമ്മളെ സാൻഡ്വിച്ചിൻ്റെയും ഒക്കെ കൂട്ടത്ത് കൂട്ടാൻ പറ്റുന്ന എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു 4 ബ്രെഡും 4 മുട്ടയും മതി കേട്ടോ. 4 പീസ് ബ്രെഡ്. നമുക്ക് ആദ്യം ബ്രെഡ് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഒരു ബ്രെഡ് ഏകദേശം ഒരു 5-6 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്രെഡ് ഇന്ന രീതിയിൽ കട്ട് ചെയ്യാവൂ എന്നുള്ള കണക്കൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്ത 4 പീസ് ബ്രെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ 2 ചെറിയ അധികം സൈസില്ലാത്ത 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അല്ല, വലിയ ഉള്ളിയാണ്. വലിപ്പം കൊണ്ട് കുറച്ച് ചെറുതാണ് മാത്രം. ഇത് നന്നായിട്ട് ചെറുതായിട്ടല്ലേ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു തെറ്റില്ലാത്ത രീതിയിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഞാനൊരു തക്കാളിയും കൂടെ എടുത്തിട്ട് പൊടിയായിട്ട് അരിയുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. തക്കാളിയും ഉള്ളിയും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു 2 പച്ചമുളകും കൂടെ അതിനകത്തേക്ക് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ സൈഡിലിരിക്കുന്നത് ഒരു സോസിൻ്റെ ബോട്ടിലായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങളത് കാണുമ്പം എൻ്റെ ട്രൈപോഡായിട്ട് കണക്കാക്കണം. നമ്മൾ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിട്ടിട്ടുണ്ട്. അതേപോലെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. എരിവാണ്, കൈയധികം തട്ടിക്കാത്ത നല്ലത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അറഞ്ചാം പുറഞ്ചാം വാരിയിടുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതലിടാം. താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ഒന്ന് ചേർക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ഇത് കുറച്ചും കൂടെ തിക്കായൊരു കൺസിസ്റ്റൻസി ആണെന്ന് എനിക്ക് തോന്നി ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ടോ. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു പാകം. അപ്പോൾ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒഴിച്ചാൽ കുറച്ചും കൂടെ നല്ലത്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ലേശം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ലേശം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഇത് നന്നായിട്ട് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും നെയ്യ് ആയിട്ട് നേരത്തെ എടുത്ത് വെച്ചാൽ മുട്ടേൻ്റെ ബാറ്ററില്ലേ, അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് പാത്രത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കണം. ഇത് ബ്രെഡ് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് സോസ് ഒഴിക്കണം കേട്ടോ. സോസ്
ഒഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ഒരു ഭാഗം എന്താക്കരുത്, സ്കിപ്പ് ചെയ്യരുത്, ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമുക്കിതിൻ്റെ മേലേക്ക് ഒരു ലേശം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സോസ് ആദ്യം നമ്മളൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ സമയത്ത് ലാമിക്കുട്ടി ഭയങ്കര കരച്ചിലും ബഹളവും കച്ചറയായി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ചെറിയൊരു ഫാൾട്ട് പറ്റി. അപ്പോൾ ഇതിങ്ങനെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് പാന് നേരെ തിരിച്ചിട്ട് പ്ലേറ്റിലേക്ക് മറിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താ പറയുക, ഒരു 2 മിനിറ്റ് താമസിച്ച് പോയി ലാമി കരിഞ്ഞപ്പോൾ. അപ്പോൾ അടി കരിഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും കൂടിയിട്ട് ഇത്തിരി ഒന്ന് ഹാർഡായിപ്പോയി കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ അടിഭാഗം പാനിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അടിഭാഗവും കൂടെ മോൾ ഭാഗവും കൂടെ നന്നായിട്ട് വെന്തിട്ട് കേട്ടോ. അങ്ങനെ ഞാനത് രണ്ടാമതും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോഴത്തേക്കും സംഗതി റെഡി ആവും കേട്ടോ. അങ്ങനെ വീണ്ടും നേരത്തെ വെച്ച പോലെ തന്നെ പ്ലേറ്റ് മേലെ വെച്ചിട്ട് പാൻ ഇതിൻ്റെ അകത്തേക്ക് കമഴ്ത്തി നമ്മുടെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച് ഇനി എങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതേപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനലൊന്ന് റീച്ചായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.